ഹായ് ഗൈസ്, എൻ്റെ പേര് അഫ്നാൻ. ഞാൻ എമർജോയ് ഗെയിംസിൽ യൂണിറ്റി ഗെയിം ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റിയുടെ ബേസിക്സ് ടോപ്പിക്സ് ആണ്. സോ അതിനായിട്ട് ആദ്യമായി നോക്കുന്നത് വാട്ട് ഈസ് യൂണിറ്റി. യൂണിറ്റി എന്ന് പറയുന്നത് 2D 3D ഗെയിംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗെയിം എഞ്ചിനാണ്. ബട്ട് യൂണിറ്റി എന്നത് ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഗെയിം എഞ്ചിനല്ല, മറിച്ച് ഫിലിം ഇൻഡസ്ട്രീസ് ആൻഡ് ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ് എന്നീ ഫീൽഡുകളിലും ഈ ഗെയിം യൂണിറ്റി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. 2004 ഡേവിഡ് ഹെൽഗസൺ, നിക്കോളസ് ഫ്രാൻസിസ് ആൻഡ് ജോക്കിം ആൻഡ് ഇവർ 3 പേരോടെ ചേർന്ന് യൂണിറ്റി ടെക്നോളജീസ് സ്റ്റാർട്ട് ചെയ്തത്. യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. അതായത് പുതുതായിട്ട് പഠിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അതിൻ്റെ ഇൻ്റർഫേസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെയാണ് യൂണിറ്റിയുടെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം ഫീച്ചർ. അതായത് നിങ്ങൾക്ക് യൂണിറ്റിയിൽ എടുക്കുന്ന ബിൽഡ് ഗെയിമോ ആപ്ലിക്കേഷനോ എന്തോ ആയിക്കോട്ടെ, ആ ബിൽഡിന്റെ iOS, ആൻഡ്രോയിഡ്, വിൻഡോസ്, വെബ്ജിഎൽ, കൺസോൾ എന്നിങ്ങനെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇതിന്റെ ബിൽഡ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് രണ്ടുമാണ് യൂണിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് പറയാം. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് യൂണിറ്റി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതാണ്. സോ അതിനായിട്ട് ഞാൻ ക്രോം ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ക്രോമിലേക്ക് യൂണിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക, യൂണിറ്റി ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. സോ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും ഇത് വരുന്നത്. അതിലേക്ക് ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും, അത് നിൽക്കുക. സോ ഇവിടെ ഡൗൺലോഡിൽ യൂണിറ്റി ഹബ്ബ് സെറ്റപ്പ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. സോ 192 MB ഉള്ളൊരു ആപ്ലിക്കേഷൻ ആണ്. അത് ഡൗൺലോഡായി തീർന്നതിന് ശേഷം ആ ഫയൽ ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ആ ഹബ്ബ് ഇൻസ്റ്റാൾ ചെയ്യുക. ഒരിക്കലും യൂണിറ്റി എഡിറ്ററിലേക്ക് ഡയറക്റ്റ് നമുക്ക് കയറാൻ സാധിക്കില്ല. സോ അതിന് വേണ്ടിയിട്ട് യൂണിറ്റി ഹബ്ബ് വഴിയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. സോ ഇവിടെ യൂണിറ്റി ഹബ്ബ് ഇൻസ്റ്റാൾ ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക. ദെൻ ഇപ്പോൾ ഇവിടെ യൂണിറ്റി ഹബ്ബ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് യൂണിറ്റി ഇൻസ്റ്റാൾ ആക്കണം. സോ അതിനായിട്ട് യൂണിറ്റി ഹബ്ബ് പ്രസ് ചെയ്യുക. അവിടെ ഒരു സൈനിങ് മെത്തേഡ് ചോദിക്കും, സൈൻ ഇൻ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി സൈൻ ഇൻ ആയതുകൊണ്ട് തന്നെയാണ് യൂണിറ്റി ഹബ്ബിലേക്ക് ഡയറക്റ്റ് വന്നത്. സോ അതിൽ രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്, ഇൻസ്റ്റാൾസ്. സോ ഇവിടെയാണ് നമ്മുടെ യൂണിറ്റി എഡിറ്റിംഗ് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിൽ ഇൻസ്റ്റാൾ എഡിറ്ററിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റിലീസസ് കാണാം. ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യൂണിറ്റി 6 നിങ്ങൾക്ക് കാണാവുന്നതാണ്. യൂണിറ്റി 6 പിന്നെ അതിന് തൊട്ട് മുമ്പുള്ള വെർഷൻസ് നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇപ്പോൾ ഈ യൂണിറ്റി 6 ഇൻസ്റ്റാൾ ചെയ്യാം. സോ യൂണിറ്റി 6 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ തന്നെ ഒരുപാട് പാക്കേജും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള പാക്കേജ് സെലക്ട് ചെയ്യാം. ഇവിടെ ആൻഡ്രോയിഡ് ബിൽഡ് സപ്പോർട്ടും iOS ബിൽഡ് സപ്പോർട്ടും ഇവിടെ ഓൾറെഡി മാർക്കിംഗ് ആണ്. നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ അഡീഷണൽ വെബ്ജിഎൽ ബിൽഡ് സപ്പോർട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. ദെൻ ഇവിടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോന്നായിട്ട് ഇൻസ്റ്റാൾ ആകും.